ഹായ്. ഇന്ന് ഏകാദശിയാണ്. അപ്പൊ എല്ലാരും പ്രധാന ഇതാ ബാക്കിൽ രണ്ടാളുണ്ട്. എടുത്തു ജാനി ഇങ്ങോട്ട് നോക്കിയാ വാ. ഹായ്. അപ്പൊ എല്ലാരും വ്രതത്തിലുള്ള. അപ്പൊ വൈകുന്നേരമായി, സമയം 4:45. അപ്പോ വളരെ അപൂർവത്തിലല്ലേ മമ്മി എല്ലാരും ഒരുമിച്ചിട്ടില്ലേ? ഇല്ലേ പപ്പയും മമ്മിയെ മാത്രമേ വ്രതം എടുക്കുള്ളൂ, കാരണം മക്കള് സ്കൂളിൽ പോകല. അപ്പൊ ഇന്ന് ഇങ്ങനെ ഒരു കിട്ടിയുണ്ട്. ഞാൻ പറഞ്ഞ ഏതായാലും നല്ല ദിവസമല്ലേ, മക്കളെല്ലാരും കൂട്ടിയിട്ട് ഏതെങ്കിലും അമ്പലത്തിൽ പോകാനാണ് പ്ലാന്. അപ്പോ ഒരമ്പലമുണ്ട്, നമ്മൾ മുന്നേ നമ്മളെ വെഡിങ് ആനിവേഴ്സറിക്ക് ഫോട്ടോഷൂട്ട് എടുത്ത ഒരു അമ്പലമുണ്ട്. അപ്പൊ അങ്ങോട്ടേക്കാ പോകുന്നത്. അമ്പലത്തിന്റെ പേരും മറന്ന്, സ്ഥലത്തിന്റെ പേരും മറന്നേ, വഴി ഓർമ്മയുണ്ട്. ഏതായാലും ആടെ പോയിട്ട് ഞാൻ ബാക്കി വീഡിയോ പറയാം. ഓക്കെ. നമ്മൾ വണ്ടി വിട്ട് ഇതാണ് നമ്മളെ കമ്പ് ടൗണ്. പിന്നെ എനിക്ക് ഷോപ്പിലൊന്നും പോകേണ്ട ആവശ്യമുണ്ടേ. ഇതാണ് പകല് നമ്മളെ ഷോപ്പ്. നമ്മളെ ഷോപ്പ് രാത്രി കാണാനാണ് ഭയങ്കര സ്റ്റൈലേ. നമ്മളപ്പോൾ ഷോപ്പിൽ നിന്ന് ഇറങ്ങി നേരെ വിടുവാന്നേ. ചെക്കിക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ് നമുക്ക് എത്തണ്ടേ. നമുക്ക് ഇവിടുന്ന് ഏതാണ്ട് 10 കിലോമീറ്ററിനുള്ളിലേ ഉള്ളൂ. നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ബോർഡ് കണ്ടില്ലേ? അപ്പോൾ കുറച്ച് ദൂരം കൂടി നമുക്ക് പോകാനുണ്ട്. നല്ല സുന്ദരമായ യാത്രയാണ്. ഇവിടുന്ന് വയലിൻ്റെ സൈഡിലേക്കൂടെ ഒരു ഒറ്റയടിപ്പാതയിലേക്കൂടെ ഒരു പോക്കാന്ന് അമ്പലത്തിലേക്ക്. അപ്പോൾ ഈ അമ്പലത്തിലുണ്ടല്ലോ 3 അമ്പലങ്ങളുണ്ട്. നടുക്ക് വലിയൊരു അമ്പലം, പിന്നെ അതിന് ചുറ്റുമായിട്ട് അങ്ങനെയാണ് ഇവിടുത്തെ സെറ്റപ്പ്. അപ്പോൾ മക്കളൊക്കെ മുന്നേ വന്നതാണ്, എന്നാലും അവർക്കിവിടെ ഭയങ്കര ഇഷ്ടമായി കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട്. അതുകൊണ്ട് ഇവിടെ വന്നപ്പം അവർക്ക് നല്ല സന്തോഷമാണ്. നോക്കിയട്ടെ, അമ്പലം ദൂരത്ത് നോക്കിയട്ടെ, നല്ല തലയെടുപ്പുള്ളൊരു ആന നിന്ന പോലെയുണ്ട്. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേക ശാന്തതയാണ്, പ്രത്യേക സൗന്ദര്യമാണ് ഈ ചുറ്റുപാടിനെല്ലാം. പിന്നെ ഇവിടെ ഒരു നല്ലൊരു കുളമുണ്ട്. ഞാൻ മോൻ്റെ കയ്യും പിടിച്ച് അങ്ങനെ നടത്താതെ കുളത്തിലേക്ക്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ഈ കുളത്തിൽ നിന്നെല്ലാം കുറേ ഫോട്ടോ എടുത്തിന്, അടിപൊളിയായിരുന്നു അത്. പിന്നെ ഈ കുളത്തിൻ്റെ സൗന്ദര്യം കണ്ട, ശരിക്കും അതിൻ്റെ പഴമ, ആ ഒരു പച്ച കളറ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു സ്റ്റൈൽ കേട്ടാ. ഇവിടുന്ന് വീഡിയോ എടുക്കുമ്പോൾ ഫോട്ടോ എടുക്കുമ്പോൾ നോക്കിയിട്ട് എന്താ രസം കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ കുറേ സമയം അവിടെ നിന്ന്, പിന്നെ മക്കളൊക്കെ അവിടെ നിന്ന് കാലൊക്കെ കഴുകി. അതിൻ്റെ ഇടയിൽ മമ്മീൻ്റെ മൊബൈലിൽ കുറച്ച് ഫോട്ടോസും വീഡിയോസെല്ലാം എടുക്കുന്നുണ്ട്. മക്കൾ കാലേക്ക് നോക്കിയട്ടെ, എന്താ സന്തോഷം നോക്കിയാട്ടെ. അത് വേളത്തമ്മലല്ലേ ഇക്കിളിയാക്കുന്ന മീനുള്ള സുധി. മറ്റേ കുറേ മീൻ കാലിന് കടിക്കുന്നില്ലേ, അതാ ചോദിക്കുന്നത്. ഇക്കിളിയാക്കുന്ന മീനടിയാത് വേളത്തമ്പലത്തുണ്ട്, പെരളശ്ശേരി ഉണ്ട്. നമ്മളെ നാട്ടിൽ മയ്യിൽ വേളത്തമ്പലത്തെ കുളത്തിലുണ്ടല്ലോ, സത്യം പറഞ്ഞ് ഞാൻ ഇതുവരെ എവിടെയും കണ്ടില്ല ഇത്രപ്പാട് മീനുകൾ. അതായത് ചെറിയ പൊടിപൊടി പോലത്തെ മീനുകൾ വന്നിട്ട് കാലിനിങ്ങനെ കൊത്തി കൊത്തി കളിക്കുമ്പോൾ എന്ത് രസമാണെന്നറിയാം. സത്യം പറഞ്ഞാൽ അമ്പലത്തിൽ പോയി കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഈ മീനുകളെ കാണാണ്ട് നമ്മൾ തിരിച്ചു വരത്തില്ല. എന്തായാലും പോകുമ്പോൾ കുറച്ച് പച്ചരിയും വാങ്ങിയിട്ട് പോവേ ഈ മീനിന് തിന്നാൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളപ്പോൾ കാലം കഴുകി അമ്പലത്തിൽ ഇങ്ങനെ ചുറ്റലാണ്. ഇത് അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിലാണ് ഈ സൂര്യദേവ ക്ഷേത്രം ഉള്ളത്. ഇതാണ് അമ്പലത്തിൻ്റെ ബാക്ക് ഭാഗം കേട്ടോ. നല്ല രസമില്ലേ? പിന്നെ അമ്പലത്തിന് ചുറ്റും നോക്കിയട്ടെ, നല്ല പ്രകൃതി രമണീയമായ നല്ല കാടുകൾ കേട്ടോ. പിന്നെ ഇവിടെ ഒരു ഭഗവതി ക്ഷേത്രമാണ്. നോക്കിയട്ടെ, ഇവിടെ നല്ല വെള്ളത്തിൻ്റെ ഉറവയുണ്ട്. അതിൻ്റെ നടുക്കേക്കിടെ കല്ലിട്ടിട്ട് ഇങ്ങനെ നടന്നിട്ട് വേണം ഇക്കരെ വരാൻ വേണ്ടിയിട്ട്. നല്ല രസം എന്ന് വെച്ചാൽ ഭയങ്കര രസമാണ് കേട്ടോ. അവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള നടത്തം, ഈ വെള്ളമെല്ലാം കണ്ട് കാടെല്ലാം കണ്ട് നല്ല ശാന്തമായ സ്ഥലം കേട്ടോ. ഇവിടെയും ഒരു കുളമുണ്ട് കേട്ടോ. നോക്കിയട്ടെ, നല്ല തെളിഞ്ഞ കുളം. കുളത്തിൻ്റെ സൈഡിൽ തന്നെ ഇങ്ങനെ ഉറവയാണ്. കുട്ടികളവിടുന്ന് കളിക്കുന്നുണ്ടേ. പിന്നെ ഈ ഒരു കാട് കണ്ട, കാണുമ്പം തന്നെ സത്യം പറഞ്ഞാൽ എന്തോ ഒരു പേടി പോലെയും തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ മക്കളേതായാലും ഇവിടുന്ന് ഒന്ന് കാല് കഴുകി. ഇവിടെ നട അടച്ചിട്ടാവുള്ള, അതുകൊണ്ട് പുറത്തുനിന്ന് തന്നെ നമ്മൾ പ്രാർത്ഥിച്ച് നമ്മൾ അവിടുന്ന് നേരെ വിട്ടേ. നോക്കിയാട്ടെ, ഈ ഒരു സ്റ്റൈൽ നല്ല ഫോട്ടോഷൂട്ടിനെല്ലാം പറ്റിയ സ്ഥലമാണ് കേട്ടോ. ഈ ഭാഗത്ത് പോയവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇവിടുത്തെ വേറൊരു അത്ഭുതം നോക്കിയട്ടെ, വലിയ മരത്തിൻ്റെ മുകളിൽ കംപ്ലീറ്റ് വവ്വാലാണ്. അത് നിറച്ചുണ്ട്. അത് മിക്കവാറും ഇതുപോലെ അമ്പലത്തിൻ്റെ പരിസരത്തെല്ലാം കാണാം. നമ്മളെ നാട്ടിൽ തന്നെ കളരിവാതിക്കൽ ഞാൻ ഇതുപോലെ പണ്ട് കണ്ടിട്ടുണ്ട്. ഇപ്പം അതവിടെ കാണുന്നില്ല, എവിടെ പോയെന്നറിയില്ല. ഇവിടെ അമ്പലത്തിൻ്റെ സൈഡിലായിട്ട് ഇവിടെയും ചെറിയൊരു ക്ഷേത്രമുണ്ട്. അപ്പോൾ അവിടെയും നമ്മൾ പ്രാർത്ഥിച്ച് എന്നിട്ട് നമ്മൾ നേരെ വഴിപാട് കൗണ്ടറിൽ പോയപ്പം അവിടെ നെയ്വിളക്ക് ഉണ്ട്. അപ്പം ഞാൻ മിക്ക സ്ഥലത്ത് പോയാലും നെയ്വിളക്കാണ് കഴിപ്പിക്കരുത്. അത് മക്കൾക്കും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ നെയ്യ് കത്തിക്കുന്ന സമയത്ത് മഴക്ക് കാരണമാകുന്ന എന്തോ ഒരു വാതകം ഇതിൻ്റെ അകത്ത് നിന്ന് ഉണ്ടാവുമെന്ന് എവിടെന്നോ ഞാൻ കേട്ടിനെ. എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. അറിയുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം. നമ്മളെന്തായാലും കറക്റ്റ് ടൈം ഇവിടെ എത്തിയാട്ടാ. നട തുറന്നിട്ട് തന്നെയാണല്ലേ. എന്തായാലും ഇതിൻ്റെ ഉൾഭാഗം ഉണ്ടല്ല, ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. മക്കൾ വിളക്കെല്ലാം കത്തിച്ച് അവിടുന്ന് പ്രാർത്ഥിച്ചേ.
ഇനി ഇതിൻ്റെ ചുമര് കാര്യങ്ങളൊക്കെ കാണുമെന്ന് വേണം. അതായത് നല്ല പഴക്കം എന്ന് വെച്ചാൽ നല്ല പഴക്കം, ഭയങ്കര കൊത്തുപണികൾ കാര്യങ്ങളൊക്കെയുള്ള ഒരു ചുമരുകളാണ്. ശരിക്ക് അമ്പലത്തിൻ്റെ എല്ലാം പ്രൗഢി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പഴക്കം തന്നെയാണ്. എനക്കങ്ങനെ ഫീൽ ചെയ്യല്ലേ, ഒരു എന്തോ മനസ്സിനൊരു വല്ലാത്തൊരു അനുഭവമാണ് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണുമ്പോൾ ഉള്ളത്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ ആ ഒരു ശാന്തത, ഇതിൻ്റെ ആ ഒരു പഴമ, ഇതിൻ്റെ ഒരു പ്രൗഢി, ഇതൊക്കെ കാണുമ്പോൾ എന്തോ മനസ്സിന് എന്തോ ഒരു സുഖം ഫീൽ ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഏകാഗ്രത അല്ലെങ്കിൽ ഭക്തി ഒക്കെ ഉണ്ടാക്കുന്നത് ഇതുപോലത്തെ കാഴ്ചകളാണെന്ന് തോന്നുന്നു. കാരണം നമ്മളൊരു സ്ഥലത്തെത്തി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടെങ്കിലായിരിക്കും നമുക്ക് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാൻ കഴിയുക. നേരെ മറിച്ച് നമ്മൾ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ നമ്മളെ മനസ്സിന് ആ ഒരു തലത്തിലെത്താൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നിയത്. അമ്പലത്തിൻ്റെ ഒക്കെ പ്രത്യേകത ഇതാണ്, ആ രീതിയിലാണ് അവിടുത്തെ കൊത്തുപണികൾ. അമ്പലം എന്നല്ല, എല്ലാ മതങ്ങളുടെയും ആത്മീയ കേന്ദ്രങ്ങളിൽ അവിടെ വേറെ തന്നെ ഒരു വൈബ് എന്തായാലും ഉണ്ടാവും, വേറെ തന്നെ ഒരു അന്തരീക്ഷമായിരിക്കും, വേറൊന്നുമല്ല. എന്നാലേ നമ്മളെ മനസ്സിന് ആ ഒരു തലത്തിലെത്താൻ പറ്റുള്ളൂ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. മനുഷ്യന്മാർക്കെല്ലാം ദൈവവിശ്വാസം ഉണ്ടല്ല, നല്ലതാണ്. പക്ഷെ എന്നാൽ ഒരിക്കലും അന്ധമാകരുതെന്നേ എനിക്ക് പറയാനുള്ളൂ. ദൈവം എന്താണെന്ന് മനസ്സിലാക്കിയൊരു വ്യക്തിക്കുണ്ടല്ല, ഒരിക്കലും അന്ധമായ വിശ്വാസം ഉണ്ടാവില്ല. അയാളുടെ മനസ്സ് എപ്പോഴും പരിശുദ്ധമായിരിക്കും, വിശാലമായിരിക്കും, എല്ലാത്തിനും ഉൾക്കൊള്ളാൻ പറ്റുന്നതായിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെ ഇതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ്, ഇതിൽ ചർച്ചയില്ല, തർക്കമില്ല. ഓക്കെ. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ കയറി പ്രാർത്ഥിച്ചിറങ്ങിയ അപ്പോൾ അമ്പലം കണ്ടല്ലോ, നല്ല പഴക്കമുള്ള അമ്പലമാണ്. അപ്പോൾ മാണിയൂർ സുബ്രഹ്മണ്യ ക്ഷേത്രം എന്നാണ് പേര്. ചെക്കിക്കുളത്താണ് ഈ അമ്പലം. മുന്നേ നമ്മൾ യാദർശികമായിട്ട് ഇടയ്ക്ക് വന്നതാണ്, അതിന് ശേഷം ഇപ്പോൾ വന്നത്. അപ്പോൾ ഇപ്പോൾ അത് അതിൻ്റെ വീഡിയോയിൽ എടുക്കാൻ പറ്റിയല്ലോ അമ്മി. അന്ന് നമ്മൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു, അന്ന് നമുക്ക് യൂട്യൂബ് ചാനലൊന്നും ഇല്ല. അപ്പോൾ അമ്പലം കണ്ടല്ലോ, നല്ല പഴക്കമുള്ള അമ്പലമാണ്. സത്യം പറഞ്ഞൊരു വേറെ തന്നെ ഒരു വൈബ് ഉണ്ട് കേട്ടോ. നല്ല ശാന്തത, അധികം ആൾക്കാരൊന്നുമില്ല, അതുകൊണ്ട് നല്ല അടിപൊളി. അപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയിട്ട് നമ്മൾ വ്രതം മുറിക്കേണ്ട സമയമായി അമ്മേ. സമയം 6:15 വിളക്കത്തിച്ചിട്ടാണ് നമ്മൾ വ്രതം മുറിക്കേണ്ടത്. എന്നാൽ പിന്നെ